ഞാൻ ഈ കഴിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിലേക്കായിട്ട് സോയാ ചങ്ക്സ് ഒക്കെ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളമെല്ലാം വാർത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം കുടിക്കും, അതുകൊണ്ട് നല്ലോണം വെള്ളം പോകണം കേട്ടോ. അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ചിക്കൻ മസാല ആണ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഗരം മസാല ആണെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ആവശ്യത്തിനുള്ള ഉപ്പ്, വിനാഗിരി ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിൽ വളരെ കുറച്ച് ഓയിൽ ആഡ് ചെയ്താൽ മതി. കാര്യം ഇത് ഓയിൽ നല്ലോണം കുടിക്കും, അതുകൊണ്ട് വളരെ കുറച്ച് ഓയിലിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ചോറിനും ദോശയ്ക്കും എല്ലാത്തിനും ഒരു സൈഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.